എപ്പിസോഡ് ചെയ്യുമ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് അണ്ണാ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക. എന്നാ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നിങ്ങോട്ട് വാടി. മര്യാദയ്ക്ക് വന്ന് എന്നെ അടിക്കുന്നു. എടാ മോനെ ഇങ്ങോട്ട് വന്നേ. നീ പേടിക്കണ്ടടി, ഒരു നാൾ എന്റേതാവുമല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. എന്തായാലും കൊടുത്തത് എന്തായാലും നന്നായി. അത് നല്ലതാണോടി? പിന്നെ അത് നല്ലതല്ലേ? നിന്റെ ധൈര്യം ഒന്ന് പോയടേ. ഞാനിപ്പോൾ ആകാശത്തിലെത്തും. അതൊക്കെ പോട്ടെ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഓടാനുള്ള പരിപാടിയൊക്കെ ചെയ്യണം. അത് നമുക്ക് പൂർത്തിയാക്കണം. ഞാൻ ട്രെയിനൊക്കെ നോക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും നോക്കുന്നേ? അതോ എടേ എന്തൊരു ഹിന്ദി ഉണ്ടായിരുന്നല്ലോ എൻ്റെ പേരിന്. കമ്പ്യൂട്ടർ എന്നെ ഇഷ്ടമുള്ളൊരു ചെറുക്കലില്ലേ, ഒരു ദിവസം അവൻ്റെ അപ്പം അവിടെ തയ്ക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയേ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അവൻ്റെ അച്ഛൻ്റെ. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു ട്രെയിനിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അവനോടത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഈ കമ്പ്യൂട്ടറെ നോക്കിയാൽ ആ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്നു. ഓ കമ്പ്യൂട്ടറല്ലേ, നമുക്കൊന്ന് നോക്കാം. എത്രയോ പൈസ എന്നൊക്കെ നീ കണ്ടോ? അതൊക്കെ അത് കാണാൻ പറ്റില്ല. മുത്തശ്ശിയില്ല, മുത്തശ്ശിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ ഞാൻ പോയത്. അതുകൊണ്ട് അപ്പോഴത്തേലും ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. അപ്പം ഞാനെന്നാ ചെയ്യാനാ? പൈസയും കൂടി നിനക്ക് ചോദിക്കത്തോടായിരുന്നു. ഇതെന്താ നിങ്ങള് കുളത്തിന്റെ അവിടെ നിൽക്കുന്നത്? എൻ്റെ എനിക്ക് നിന്നൂടെ? എടേ വേണ്ട, വഴക്കുണ്ടാക്കണ്ട. അല്ല ഇപ്പം ഇതാരാത്? നീയോ? ഞാൻ തന്നെയാ. എടാ മറ്റേ സാധനമില്ല, കമ്പ്യൂട്ടർ. അതിലെ ട്രെയിനിന്റെ ടിക്കറ്റ് വാങ്ങാൻ എത്ര പൈസയാ? ടിക്കറ്റോ? അതൊക്കെ എന്തിനു നിങ്ങൾക്കിപ്പോ? അതൊക്കെ ഉണ്ട്, നീ ഒന്ന് പറഞ്ഞു താടാ. ആടാ പ്ലീസ്, ഞങ്ങൾക്കൊന്നത് പറഞ്ഞു തരുമോ? അതെന്താടി നിനക്കിപ്പോ ടിക്കറ്റൊക്കെ? എടാ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യത്തിലാണ്, അത്യാവശ്യ കാര്യത്തിലാ. അങ്ങനെ ടിക്കറ്റിന്റെ പൈസ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഞാൻ പറയാടി. എടാ ഞങ്ങൾക്കൊരു ആൻറ്റിക്ക് ബാംഗ്ലൂർ പോകണം. അപ്പം ടിക്കറ്റ് എടുക്കണം. 2 ടിക്കറ്റ് വേണമായിരുന്നു. അപ്പം നീ ഒന്ന് നോക്കിയിട്ട് നാളെ ഒന്ന് പറയണേ. ഞാൻ പറയാം. നീ എന്താ വിചാരിച്ചേ? നമ്മളെല്ലാവരുടെ അടുത്ത് പോയി പറയാൻ പാടില്ലോ കേട്ടോ? അല്ലപ്പോൾ ആൻറ്റി എല്ലാം നമ്മളെ അന്വേഷിച്ചു വരും. അവനെ വിശ്വസിക്കാമല്ലോ. അവനോട് പതിയെ കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ? இந்த இரவிலே நான் படுக்கும் போது மடியில் சாயும் நீடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியலையே நடி. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും. നെറ്റ് ഇന്ന് നേരത്തെ വന്ന ഞാൻ വരുന്നേ. ഇന്നെന്താ നേരത്തെ വന്നേ? പിന്നെ നമുക്കൊരു കാര്യം കിട്ടിയടി. എന്തോന്ന്? ടിക്കറ്റോ? എന്താ എടി നമ്മുടെ ട്രെയിൻ? നമുക്കിനി ഒളിച്ചാടണല്ലോ. എടി എനിക്ക് പേടിയാവുന്നടി. നീ ഒന്നും പേടിക്കണ്ടടാ, ഞാൻ കൂടെയില്ലേ. അതൊക്കെ ശരിയാ നീ പറഞ്ഞത്. മാമി അറിഞ്ഞ നിനക്ക് എന്താന്നറിയാലോ. അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഫ്രീഡം ലോകത്തിലേക്ക്. എന്റെ അമ്മ, നീ എന്താടി ഇത് ഉണ്ടാക്കി വെച്ചേക്കിന്? കുറച്ച് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് സ്വല്പം ഒന്ന് സീരിയലായി പോയി. ഇനി എന്തെല്ലാം ഞങ്ങൾ കാണും. എടീ വാ 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 വാ, ഇതാ വരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യ. ആരെങ്കിലും കണ്ടോ? ഇല്ല. ബാ എടി,
എനിക്ക് പേടിയൊന്നു. ഇനി എങ്ങോട്ടാ? ഒരു ഓട്ടോ വരും, ഓട്ടോയ്ക്ക് കയറി പോവാം. പൈസ പെട്ടി എടുത്തില്ലേ? അതൊക്കെ ഞാൻ എടുത്തു. സ്വർണം അതും എടുത്തു. ദൂരെ ദൂരെ എൻ മാലാകെ. ഇതാ സ്ഥലം എത്തി, ഇറങ്ങ. ഇന്ന ചേട്ടാ പൈസ. എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഇനി എത്ര സമയമുണ്ട് ട്രെയിൻ വരാൻ? ഒരു 25 മിനിറ്റും കൂടി ഉണ്ട് ട്രെയിൻ വരാൻ. ആണോ? ടിക്കറ്റ് കയ്യിലല്ലേ? ഉണ്ട്. നിനക്ക് വല്ല ചായയോ വടയോ വല്ലതും വേണോടി? എടി വേണ്ടട്ടി, എനിക്കിപ്പോൾ അതൊന്നും മൂടില്ല. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. ഓ വേണോ? എന്നാൽ പിന്നെ നീ കിടന്നോ. ഇതെവിടെ ആരുമില്ലാത്തേ? എന്തിയാ നിത്യ ചായ കുടിക്കാൻ പോയി? നിത്യ എന്തിയെ? എനിക്ക് പേടിയാവുന്നു. കണ്ണ് വെട്ടിച്ചിട്ട് നീ പോവാന്ന് വിചാരിച്ചു. എന്റെ അടുത്തുനിന്ന് പോ നിത്യ. ഒരു നിത്യ